Dear students, welcome to +1 Anthropology class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആന്ത്രപ്പോളജിയുടെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ആന്ത്രപ്പോളജിയുടെ പ്രധാനപ്പെട്ട ഏരിയാസായ അപ്ലൈഡ് ആന്ത്രപ്പോളജിയും ആക്ഷൻ ആന്ത്രപ്പോളജിയും എന്താണെന്ന് നോക്കാം. ആദ്യം അപ്ലൈഡ് ആന്ത്രപ്പോളജി, പ്രയോഗ നരവംശശാസ്ത്രം. The term applied anthropology was first used by D.G. Brington. പ്രയോഗ നരവംശശാസ്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് D.G. ബ്രിങ്ടൺ ആണ്. എന്തിനാണ് അപ്ലൈഡ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്? അപ്ലൈഡ് ആന്ത്രപ്പോളജി refers to the application of anthropological knowledge, data, perspective, theory and methods to identify, assess and solve contemporary social problems. നരവംശശാസ്ത്രത്തിലെ അറിവുകൾ, കാഴ്ചപ്പാടുകൾ, സിദ്ധാന്തങ്ങൾ, രീതികൾ എന്നിവ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും തിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനും പ്രയോഗിക്കുന്നതാണ് പ്രയോഗ നരവംശശാസ്ത്രം. അപ്പം നമ്മൾ പഠിച്ച നരവംശശാസ്ത്ര സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും അതിൻ്റെ രീതികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രയോഗ നരവംശശാസ്ത്രം എന്ന ഒരു ഏരിയ. Applied anthropology uses anthropological perspectives to identify and solve contemporary problems. Deforestation is one such problem. സമകാലീന പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും നരവംശശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ പ്രയോഗിക്കുന്നതാണ് പ്രയോഗ നരവംശശാസ്ത്രം. വനനശീകരണം അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കണ്ടെത്താനും പരിഹരിക്കാൻ വേണ്ടി നരവംശശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ പ്രയോഗിക്കുന്നതാണ് പ്രയോഗ നരവംശശാസ്ത്രം. നമ്മൾ പഠിച്ച 4 ശാഖകളുണ്ട്. ബയോളജിക്കൽ ആന്ത്രപ്പോളജി, സോഷ്യൽ കൾച്ചറൽ ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ഈ 4 ശാഖകൾക്കും അപ്ലൈഡ് ഡയമെൻഷൻ ഉണ്ട്. ഓൾ ദ 4 ഫീൽഡ്സ് ഓഫ് ആന്ത്രപ്പോളജി ഹാവ് അപ്ലൈഡ് ഡയമെൻഷൻ. നരവംശശാസ്ത്രത്തിൻ്റെ 4 ശാഖകൾക്കും പ്രയോഗ തലങ്ങളുണ്ട്. എന്താണ് ഓരോന്നും നോക്കാം. ആദ്യം ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവരുടെ അറിവുകൾ ഉപയോഗിച്ചിട്ട് ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് യൂസസ് ദ നോളജ് ഓഫ് ആന്ത്രപ്പോമെട്രി ഇൻ ഡിസൈനിങ് ക്ലോത്ത്സ്, ഫുട്വെയർ, ഫർണിച്ചർ, മെഷീനറി, ആർട്ടിഫിഷ്യൽ ലിംസ് എറ്റ്സെട്ര. ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് അവരുടെ അറിവുകൾ ഉപയോഗിച്ച് ആന്ത്രപ്പോമെട്രി അറിവുകൾ. എന്താ ഈ ആന്ത്രപ്പോമെട്രി? ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഡൺ ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന മെഷർമെൻറ്റിനെയാണ് ആന്ത്രപ്പോമെട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ് ബ്രാഞ്ച് ഓഫ് ബയോളജിക്കൽ ആന്ത്രപ്പോളജി. ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ശാഖയാണ്, സബ് ബ്രാഞ്ചാണ്. നമ്മൾ കുറച്ച് ശാഖകൾ മാത്രമേ നേരത്തെ ബ്രാഞ്ചസ് ഓഫ് ആന്ത്രപ്പോളജിയിൽ പഠിച്ചുള്ളൂ. വേറെയും ഒരുപാട് ശാഖകളുണ്ടെന്ന് അപ്പോൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്ത്രപ്പോമെട്രി എന്നുള്ളത് മറ്റൊരു ശാഖയാണ്. മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന മെഷർമെൻറ്റിനെയാണ് ആന്ത്രപ്പോമെട്രി എന്ന് പറയുന്നത്. അപ്പം വൈദ്യനരവംശശാസ്ത്രജ്ഞർ ആന്ത്രപ്പോമെട്രിയുടെ അറിവുകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഫർണിച്ചറുകൾ, മറ്റ് സാമഗ്രികൾ, കൃത്രിമ അവയവങ്ങൾ തുടങ്ങിയ രൂപകൽപ്പന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ബയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് യൂസസ് ദർ നോളജ് ഓഫ് ആന്ത്രപ്പോമെട്രി ഇൻ ഡിസൈനിങ് ക്ലോത്ത്, ഫുട്വെയർ, ഫർണിച്ചർ, മെഷീനറി, ആർട്ടിഫിഷ്യൽ ലിംസ് എറ്റ്സെട്ര. ഓരോ പ്രായത്തിനനുസരിച്ചുള്ളവരുടെ പാദരക്ഷകളിൽ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും, ഫർണിച്ചറിൽ വ്യത്യാസം കാണാൻ സാധിക്കും. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഫർണിച്ചറുകളായിരിക്കും കാണാൻ സാധിക്കും. വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കുന്ന ആ കുട്ടികളുടെ ശരീരത്തിന് പറ്റിയ ഫർണിച്ചറുകളായിരിക്കും കാണാൻ സാധിക്കും. അപ്പം കൃത്രിമ അവയവങ്ങൾ ഒക്കെ രൂപകൽപ്പന ചെയ്യുന്നതിൽ വൈദ്യനരവംശശാസ്ത്രജ്ഞർ ആന്ത്രപ്പോമെട്രിയുടെ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. They uses the knowledge of osteology, serology and genetics in medical field. എന്താ ഈ ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ? എല്ലുകളെക്കുറിച്ചുള്ള പഠനം. ഓസ്റ്റിയോളജി, എല്ലുകളെ, അതും ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ശാഖയാണ്. സിറോളജി എന്ന് പറഞ്ഞാൽ രക്തഗ്രൂപ്പുകളെ കുറിച്ചുള്ള പഠനം, അതാണ് സിറോളജി എന്ന് പറയുന്നത്. ജെനറ്റിക്സ്, ജനിതക പഠനം. അപ്പം ഈ അറിവുകൾ, ഇതിൻ്റെ ഓസ്റ്റിയോളജിയുടെയും സിറോളജിയുടെയും ജെനറ്റിക്സിൻ്റെയും അറിവുകൾ കൊണ്ട് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഓസ്റ്റിയോളജി, സിറോളജി, ജെനറ്റിക്സ് എന്നിവയിലെ അറിവുകൾ വൈദ്യ ചികിത്സാ രംഗത്ത് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. Biological anthropologists use their forensic knowledge in identify criminals and crime. നമ്മൾ പഠിച്ചു forensic anthropology is also a sub branch of biological anthropology. Biological anthropology ഒരു ശാഖയാണ്. അപ്പം ആ ഫോറൻസിക് നോളജ് ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്താനും കുറ്റകൃത്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. വൈദ്യനരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായ ഫോറൻസിക് ടെസ്റ്റുകളുടെ അറിവുകൾ
കുറ്റകൃത്യങ്ങളും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നു. ഇനി എന്താണ് സോഷ്യൽ കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റ് ചെയ്യുന്നത്? സോഷ്യൽ കൾച്ചറൽ ആന്ത്രപ്പോളജി അണ്ടർടേക്ക് സ്റ്റഡീസ് റിലേറ്റഡ് ടു ഹ്യൂമൻ സോഷ്യൽ പ്രോബ്ലംസ്. സാമൂഹിക സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞർ മനുഷ്യരുടെ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പഠനം നടത്തുന്നു. മനുഷ്യരുടെ സാമൂഹിക പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാനാണ്, അല്ല അതിൽ പഠനം നടത്തുക, അതിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ അറിവുകൾ ഉപയോഗിക്കുന്നത്. They use their knowledge in solving labor disputes, familial problems, minority problems, community development projects, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സ്കീംസ് എറ്റ്സെട്ര. അപ്പോൾ അവരുടെ അറിവുകൾ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ലേബർ ഡിസ്പ്യൂട്ട്സ്, തൊഴിൽ തർക്കങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഫാമിലിയൽ പ്രോബ്ലംസ്, കുടുംബ പ്രശ്നങ്ങൾ. മൈനോറിറ്റി പ്രോബ്ലംസ്, ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, സാമൂഹിക വികസന പദ്ധതികൾ. അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസന പദ്ധതികൾ എന്നിവയിലൊക്കെ അവരുടെ അറിവുകൾ ഉപയോഗിക്കുന്നുണ്ട്. തൊഴിൽ തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, സാമൂഹിക വികസന പദ്ധതികൾ, സാമ്പത്തിക വികസന പദ്ധതികൾ തുടങ്ങിയ മേഖലകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവരുടെ അറിവുകൾ ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ കാണുന്ന സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി അവരുടെ അറിവുകൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി what archaeological anthropologists do? The archaeological anthropologists use their anthropological knowledge by offering general information and education to the people through museums where the excavated materials are kept for the public view. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് എന്ത് ചെയ്യും? പുരാവസ്തു നരവംശ ശാസ്ത്രജ്ഞർ ഉത്ഖനനത്തിലൂടെ കണ്ടെത്തിയ പുരാവസ്തുക്കൾ മ്യൂസിയം വഴി ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുകയും അവയെക്കുറിച്ചുള്ള അറിവും നൽകുന്നു. അവർ ഖനനത്തിലൂടെ കിട്ടിയ ഒരുപാട് വസ്തുക്കളുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മ്യൂസിയത്തിലൂടെ ജനങ്ങൾക്ക് പ്രദർശിപ്പിച്ച് കാണിക്കുകയും അവയെക്കുറിച്ചുള്ള അറിവുകൾ നൽകുകയാണ് ആര് ചെയ്യുന്നത്? ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് യൂസ് ദർ ആന്ത്രപ്പോളജിക്കൽ നോളേജ് ബൈ ഓഫറിംഗ് ജനറൽ ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ പീപ്പിൾ ത്രൂ മ്യൂസിയംസ് വേർ ദ എക്സ്കവേറ്റഡ് മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഫോർ ദ പബ്ലിക് വ്യൂ. ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് നോളേജ് അബൌട്ട് പാസ്റ്റ് കൾച്ചർ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് ആ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് ലഭിക്കുവാൻ ഏറെ സഹായിക്കുന്നു. അപ്പം അന്നത്തെ കാലത്തുണ്ടായിരുന്ന പാസ്റ്റ് കൾച്ചറിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടാൻ ഇത് ഏറെ സഹായിക്കുന്നു. ഇനി വാട്ട് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിസ്റ്റ് ഡു? ഭാഷാ നരവംശ ശാസ്ത്രജ്ഞർ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി കണ്ടക്ട് സ്റ്റഡി ഓൺ എക്സോട്ടിക് കൾച്ചേഴ്സ്. ഭാഷാ നരവംശ ശാസ്ത്രജ്ഞർ അന്യഭാഷകളെയും വിദേശ ഭാഷകളെയും പറ്റി പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഭാഷാ നരവംശ ശാസ്ത്രജ്ഞർ അന്യഭാഷകളെയും വിദേശ ഭാഷകളെയും പറ്റി ധാരാളങ്ങൾ അപ്പം ഫോറിൻ ലാംഗ്വേജസിനെ കുറിച്ചും അത് കൺട്രി ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുവാണ് അവരുടെ അറിവുകൾ ഉപയോഗിച്ചവർ ചെയ്യുന്നത്. Linguistic anthropologists work with the government agencies to document disappearing languages. ഭാഷാ നരവംശ ശാസ്ത്രജ്ഞർ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് അന്യം നിന്ന് പോകുന്ന ഭാഷകളെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ഭാഷകൾ ഉപയോഗിക്കാതെ അന്യം നിന്ന് പോകുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഭാഷകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ച് അതൊക്കെ രേഖപ്പെടുത്തുകയാണ് ഭാഷാ നരവംശ ശാസ്ത്രജ്ഞർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അറിവുകൾ ഉപയോഗിച്ച് അന്യം നിന്ന് പോകുന്ന ഭാഷകളെ പുറം ലോകം അറിയുവാൻ വേണ്ടി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് അപ്ലൈഡ് ആന്ത്രപ്പോളജി എന്താണെന്നും അതിൻ്റെ 4 ശാഖകളിൽ ആന്ത്രപ്പോളജിയുടെ 4 ശാഖകളിലും എങ്ങനെയാണ് അതിൻ്റെ അപ്ലൈഡ് പ്രയോഗ തലങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി. നെക്സ്റ്റ് ഏരിയ ആക്ഷൻ ആന്ത്രപ്പോളജി, പ്രവർത്തന നരവംശാസ്ത്രം. സോൾടാക്സ്, an American anthropologist, was the first to introduce the concept action anthropology. അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനായ സോൾടാക്സ് ആണ് ആദ്യമായി ആക്ഷൻ ആന്ത്രപ്പോളജി എന്ന ആശയം ഉപയോഗിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡിന് ചോദിക്കും. അപ്ലൈഡ് ആന്ത്രപ്പോളജി DG ബ്രിങ്ടൺ ആണ്, ആക്ഷൻ ആന്ത്രപ്പോളജി സോൾടാക്സ് ആണ്. 1 വേർഡിന് ചോദിക്കാം. അപ്പോൾ സോൾടാക്സ് വാസ് ദ മാൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ആക്ഷൻ ആന്ത്രപ്പോളജി. ആക്ഷൻ ആന്ത്രപ്പോളജി എന്ന ആശയം ഉപയോഗിച്ചത് സോൾടാക്സ് ആണ്. Action anthropologists accept a problem as their own and proceed through trial and error method. പ്രവർത്തന നരവംശ ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നു? ഒരു പ്രശ്നത്തെ സ്വന്തം പ്രശ്നമായി കണ്ട് അത് പരിഹരിക്കുന്നത് വരെ അതിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. Action anthropologists never keep themselves as mere observer. They recognize it as their own responsibility in solving human problem.
അപ്പോൾ പ്രവർത്തന നരവംശ ശാസ്ത്രജ്ഞർ കേവലം കാഴ്ചക്കാരായി നിൽക്കില്ല. എവിടെയെങ്കിലും സംഭവ വികാസങ്ങൾ നടക്കുകയാണെങ്കിൽ മിയർ ഒബ്സർവറായിട്ട് അല്ലെങ്കിൽ ഒരു കേവലം കാഴ്ചക്കാരായി അവർ ഒരിക്കലും നിൽക്കില്ല. പ്രശ്ന പരിഹാരത്തിനുള്ള ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നത് തൻ്റെ ഉത്തരവാദിത്തമാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്ന അർത്ഥത്തോടു കൂടി അത് പരിഹരിക്കുന്നത് വരെ അതിൽ തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. They stick on the problem until it is solved. ഇവർ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആ പ്രശ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം സോൾടാക്സ് എന്ന് പറഞ്ഞ നരവംശ ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇത് കൊണ്ടുവന്നത്. അവരൊരു പ്രശ്നം കണ്ടാൽ എന്താണ്, സ്വന്തം പ്രശ്നമായി കണ്ടത് പരിഹരിക്കുന്നത് വരെ അതിൽ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കേവലം ഒരു കാഴ്ചക്കാരനായി ഒരിക്കലും ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ് നിൽക്കില്ല. ആ പ്രശ്നം സ്വന്തം ഉത്തരവാദിത്തം എന്ന നിലയിൽ ഏറ്റെടുക്കുന്നത് കാണാൻ സാധിക്കും. ഇവർ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആ പ്രശ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ദേ സ്റ്റിക്ക് ഓൺ ദ പ്രോബ്ലം അണ്ടിൽ ഇറ്റ് ഈസ് സോൾവ്. അത് സോൾവ് ചെയ്യുന്നത് വരെ ആ ഒരു പ്രശ്നത്തിൽ തന്നെ എന്താണ് ഉറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അധികവും 5 മാർക്കിനും 3 മാർക്കിനും ഇനി 1 വേർഡിനും ഒക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ പഠിച്ച അപ്ലൈഡ് ആന്ത്രപ്പോളജിയും ആക്ഷൻ ആന്ത്രപ്പോളജിയും. നന്നായി മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.